പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ ധ്യാനൊരുങ്ങി ആരോടില്ലായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ മറ്റ് സ്റ്റാഫ്സ് എല്ലാം ക്ലാസ്സിലേക്ക് പോയിരുന്നു. ധ്യാൻ നബിയുടെ ഫ്രീ ആയിരുന്നു. ബുക്കും വായിച്ചിരിക്കുന്ന ധ്യാൻ തന്റെ മുന്നിൽ രാധു വന്ന് നിൽക്കുന്ന അറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവം നടിച്ചിരുന്നു. അതെ മാഷേ. കുറെ മരടനയ്ക്ക് നോക്കിയെങ്കിലും ധ്യാൻ നോക്കുന്നില്ലെന്ന് കണ്ടതും രാധു ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് വിളിച്ചു. എന്നാൽ കുറെ കാലത്തിന് ശേഷം രാധുവിന്റെ വായിൽ നിന്നും തന്നെ മാഷ എന്ന വിളി വീണ്ടും കേൾക്കാൻ പറ്റിയതിൽ ധ്യാന് സന്തോഷം തോന്നി. എങ്കിലും ഉള്ളിലെ സന്തോഷം അടക്കി നിർത്തി അവൻ ഗൗരവം നടിച്ച് രാധുവിനെ നോക്കി. ആ എന്താ രാധ, തനിക്ക് എക്സാം ഷീറ്റ് കിട്ടിയില്ലേ? ആ കിട്ടി. പിന്നെന്താ, എന്തിനാ വന്നത്? ധ്യാൻ അറിയാത്ത ഭാവം നടിച്ച് രാധുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ എല്ലാ ക്വസ്റ്റിനുള്ള ആൻസർ എഴുതിയിട്ടും എനിക്ക് മാർക്ക് കുറവാണല്ലോ. രാധയുടെ ആൻസർ ഷീറ്റ് ധ്യാന നേരെ നേടിക്കൊണ്ട് പറഞ്ഞു. ഇതിലുള്ള ആൻസർ തെറ്റാണ്, അതാണ് മാർക്ക് കുറഞ്ഞത്. ധ്യാൻ വെറുതെ എക്സാം പേപ്പറിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ എന്റേത് മാത്രം തെറ്റ്? എന്നിട്ട് മിത്രക്ക് മാർക്കുണ്ടല്ലോ. ധ്യാൻ പറഞ്ഞത് കേട്ട് രാധ സംശയത്തിൽ ചോദിച്ചു. അത് മിത്രയുടെ ആൻസർ ഷീറ്റ് എല്ലാം കറക്റ്റായിട്ടാണ് അവൾക്ക് മാർക്ക് കിട്ടിയത്. ധ്യാൻ കാര്യങ്ങൾ തന്റെ വഴിക്ക് വരുന്നത് ആലോചിച്ചു വന്ന് ചിരിയടക്കി രാധുവിനോട് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾ രണ്ടുപേരുടെയും പേപ്പറിൽ ആൻസർ സെയിം ആണ്. അതെങ്ങനെയാണ് അനുരാധ നിങ്ങൾ രണ്ടുപേരും എഴുതുന്നത് ഒരുപോലെയാകുന്നത്? ധ്യാൻ ചെയറിലേക്ക് ചാരിയിരുന്ന് രാധുവിനെ തന്നെ നോക്കി കൈകൾ മാറിൽ പിടിച്ച് കെട്ടിക്കൊണ്ട് ചോദിച്ചതും രാധൊന്ന് പരുങ്ങി. ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ പറയാൻ രാധ. അത് പിന്നെ അറിയാതെ ആയതാ. ഓഹോ, അല്ലാതെ അവളുടേത് നീ നോക്കി എഴുതല്ല അല്ലേ? ധ്യാനിന്റെ ആക്കിയുള്ള ചോദ്യം കേട്ടതും രാധ എന്തു പറയണമെന്ന് അറിയാതെ വാടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിൽ അവന് മുന്നിൽ നിന്നു. എന്തേ, അനുരാധക്ക് ഉത്തരല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഒരാളെ നോക്കി പകർത്തി എഴുതരുതെന്ന്. ബട്ട് നീ അത് കേട്ടില്ല. അതിനുള്ളൊരു കുഞ്ഞു ശിക്ഷയാണ് ഓരോ ചോദ്യത്തിനുള്ള ആൻസറും 100 എന്നുള്ളത് മാറ്റി 200 പ്രാവശ്യം എഴുതി എന്നെ കാണിച്ചു തന്നിട്ട് നാളെ ക്ലാസ്സിൽ കയറിയാൽ മതി. 200 പ്രാവശ്യമോ? ധ്യാൻ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു കേട്ട് രാധ ഞെട്ടി ധ്യാനം നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, എന്താ ഇനി കൂട്ടണോ? രാധവന്റെ ഞെട്ടലോടുള്ള ചോദ്യം കേട്ട് ധ്യാൻ ചോദിച്ചു. വേണ്ട. എന്നാ പോയിക്കോ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് മനഃപൂർവ്വം ചെയ്തതല്ലേ ഇങ്ങനെ? എനിക്ക് അനുരാധയോട് എന്തിനാ ദേഷ്യം? രാധവിന്റെ ചോദ്യം കേട്ടിട്ടും ധ്യാനൊന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. ഒന്നിനുമില്ല. ധ്യാനൊന്നും അറിയാത്തതുപോലെയുള്ള ചോദ്യം കേട്ട് രാധ പല്ല് കടിച്ച് അതും പറഞ്ഞ് മനസ്സിൽ ധ്യാനം തേറി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഈ പെണ്ണ് നന്നായി കുറ്റം പറയുന്നെന്ന് തോന്നുന്നു. ധ്യാൻ രാധ പോയ വഴിയെ നോക്കി മൂക്ക് തിരുമ്പി ചെയറിലേക്ക് അമർന്നതിനെ കൊണ്ട് ചിരിയോടെ പറഞ്ഞു. ഇതേ സമയം ക്ലാസ്സിലേക്ക് സാറ് വരുന്നതിന് മുമ്പായി സ്റ്റാഫ് റൂമിലേക്ക് പോയ രാധുവിനെ വിളിക്കാൻ ഇറങ്ങിയതാണ് മിത്ര. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ വരാന്തയിൽ കോളേജ് ചെയർമാനുമായി സംസാരിച്ച് നിൽക്കുന്ന ഡെവിയെ കണ്ടെങ്കിലും ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ക്ലാസ് എടുത്ത് പോയ രവിയെ ആലോചിച്ചപ്പോൾ മിത്ര മുഖം പൂരിപ്പിച്ച് അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. മിത്രയുടെ ഭാവം കടക്കണ്ണിലൂടെ കണ്ട് രവിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവനവളെ കാണാത്ത ഭാവം നടിച്ചു നിന്നു. മിത്ര കുറച്ചുകൂടി മുന്നോട്ട് പോയതും കാണുന്നത് കിളി പോയതുപോലെ എന്തൊക്കെയോ ദേഷ്യത്തിൽ പെറുപെറുത്ത് ചവിട്ടിത്തുള്ളി വരുന്ന രാധവിനെയാണ്. ആ പണ്ടറക്കാലം മനഃപൂർവ്വം പണി തന്നതാ. ഇനി ഓരോ ആൻസറും ഞാൻ 200 പ്രാവശ്യം ഇരുന്ന് എഴുതണം. മിത്രയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചവിട്ടിത്തുള്ളി വന്ന് ധ്യാന ആലോചിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ നിന്നോട് അപ്പം തന്നെ പറഞ്ഞതല്ലേ സാറിൻ്റെ അടുത്തേക്ക് പോകേണ്ടെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. അതുകൊണ്ട് ഇപ്പം എന്താ, ഒരു 100 കൂടി അധികം എഴുതാനായില്ലേ? ഇതിലൊന്നും ഈ അനുരാധ തളരില്ല മോളെ. ഇതിനൊക്കെ ഞാൻ പകരം വീട്ടും. അല്ലെങ്കിൽ എൻ്റെ പേര് അനുരാധ എന്നല്ല. രാധ ദേഷ്യത്തിൽ കയ്യിലുള്ള ഷീറ്റ് ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. പകരം വീട്ടിലൊക്കെ പിന്നെയാകാം, ഇപ്പം കിട്ടിയത് എഴുതാൻ നോക്ക്. മിത്ര പറഞ്ഞതും രാധവളെ നോക്കി അവളുടെ കൈയും പിടിച്ച് ലൈബ്രറിയിലേക്ക് നടന്നു. നീ എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്? ലൈബ്രറിയിലേക്ക്? ഇപ്പൊ തന്നെ എഴുതിയാലും നാളത്തേക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. രാധ മിത്രയെയും പിടിച്ച് വലിച്ച് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അതിന് ഞാനെന്തിനാ? ഞാനില്ലാതെ നീ ക്ലാസ്സിൽ ഇരിക്കണ്ട. രാധു വീട്, ഈ ചായ ക്ലാസ് കണ്ടിരുന്ന വഴക്ക് പറയും. മിത്ര രാധുവിന്റെ കൈയൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് ഇന്റെ ഇച്ഛായ മതി, വാ ലൈബ്രറിയിലേക്ക് പോകാം. രാധ പറഞ്ഞു മുഴുവനാക്കും മുമ്പായി മിത്ര അവളെ നോക്കി പല്ല് കടിച്ച് അതും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ലൈബ്രറിയിലേക്ക് നടന്നു. കൂടെ ചിരിയടക്കി അവളുടെ കൂടെ രാധു ലൈബ്രറിയിൽ നിന്ന് എഴുതുന്നതിൻ്റെ ഇടയിൽ ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് പോയതും മിത്ര അവിടെ ഒറ്റക്കായി. വെറുതെ അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കിയതും ലൈബ്രറി ലക്ഷ്യം വെച്ച് വരുന്ന രവിയെ കണ്ട് അവൾ ഞെട്ടി.
ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നതിന് അവൻ വഴക്ക് പറയുന്ന അറിയാവുന്നതുകൊണ്ട് മിത്ര വേഗം ഡെവി കാണാതെ ഷെൽഫിനിടയിലേക്ക് മാറി നിന്ന് നഖം കടിച്ച് രവിയെ പാടി നോക്കി. ഡെവി ലൈബ്രറിയനോട് സംസാരിക്കുന്നതും ലൈബ്രറിയൻ പോയതിനു ശേഷം ഡെവി ഉള്ളിലേക്ക് കയറി വരുന്നത് കണ്ടതും മിത്ര തല ഉള്ളിലേക്ക് വലിച്ച് കണ്ണടച്ച് പേടിയോടെ നഖവും കടിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞ് മനക്കമൊന്നും ഇല്ലാതെ വന്നതും മിത്ര പതിയെ മിഴികൾ തുറന്നു നോക്കിയതും തന്റെ തൊട്ടു മുന്നിലായി തന്നെ ഉറ്റു നോക്കി നിൽക്കുന്ന ഡെവിയെ കണ്ടതും മിത്ര പകപ്പോടെ മുഖമുയർത്തി അവനെ നോക്കി എളിച്ചു കാണിച്ച് വേഗം അവിടുന്ന് ഓടിപ്പോകാൻ നോക്കിയതും അതിനു മുമ്പായി മിത്രയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി വരിഞ്ഞ് ഡെവിയോടെ തന്നെ നെഞ്ചോട് ചേർത്തിരുന്നു. ഈച്ചയ പെട്ടെന്ന് ഡെവിയുടെ പ്രവൃത്തിയിൽ മിത്ര അവനോട് ചേർന്നെന്ന് വിറയിലോടെ വിളിച്ചു. നീ എന്താ ദേവ ഇവിടെ? നിനക്ക് ക്ലാസ് ഇല്ലേ? ഡെവിയുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവളെ ഷെൽഫിലേക്ക് ചേർത്ത് നിർത്തി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യ പിരിച്ചായ ഞാൻ ആദ്യന്റെ കൂടെ വന്നതാ. മിത്രം മുറുകിയിരിക്കുന്ന ഡെവിയുടെ മുഖത്ത് നോക്കി ഉമിനീരിറക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിന്? ഡെവി ചോദിക്കേണ്ട താമസം മിത്രം ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. സോറി ചായ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല. എന്നെ വഴക്ക് പറയല്ലേ പ്ലീസ്. ഡെവി എന്തേലും പറയുന്നതിന് മുമ്പായി മിത്രം അവനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഈ തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാകരുത്. അറിയാലോ, ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഡെവി തറപ്പിച്ച് മൂളിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അറിയാം ചായ, ഞാൻ ശ്രദ്ധിച്ചോളാം. അടുത്തവർ ക്ലാസ്സിൽ കയറിക്കൊള്ളണം രണ്ടുപേരും. താങ്ക്സ് ചായ. ഡെവി ഗൗരവം വിട്ടുമാറാതെ പറഞ്ഞത് കേട്ട് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ പോകാൻ പറയാത്ത സന്തോഷത്തിൽ അവനിറങ്ങി കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. എന്താ ദേവ? പെട്ടെന്ന് കവളിൽ കിട്ടിയ കടിയിൽ എരിവ് വലിച്ചുകൊണ്ട് മിത്രയെ നോക്കി ഡെവി ചോദിച്ചു. എന്തിനാ ഇത്രയും നേരം എന്നെ മൈൻഡ് വെക്കാതെ നടന്നത്? ക്ലാസ്സിലേക്ക് വന്നപ്പോഴൊന്നും നോക്കിയില്ലല്ലോ. എനിക്ക് സങ്കടമായി, അതുകൊണ്ടാ കാണിച്ചത്. മിത്ര ഡെവിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ചാൻ അങ്ങനെ ചെയ്തത്? മിത്ര അവനോട് കൂടുതൽ ചേർന്ന് നിന്ന് അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കളിച്ച് അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതോ, എനിക്ക് എന്റെ കൊച്ചിനെ നോക്കിയാ പിന്നെ നിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കാനേ തോന്നും. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാ നീ നോക്കാതെ പിടിച്ചു നിന്നത്. മിത്രയെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ മൂക്കിന് മുമ്പിൽ കടിച്ച് ഡെവി പറഞ്ഞതും മിത്ര ചുവന്ന് തുടുത്ത മുഖമുയർത്തി ഡെവിയെ നോക്കി. അത്രയ്ക്ക് ഇഷ്ടാണോ ഈ ചൈനന്നെ? മിത്ര ആകാംക്ഷയോടെ ഡെവിയെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ ജീവനല്ലേ കൊച്ചെ നീ. ഐ ലവ് യു ചായ. ഡേവിഡ് അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര സന്തോഷത്തോടെ അതും പറഞ്ഞ് പെരുവിരൽ കുത്തുപ്പി ഉയർന്നു പൊങ്ങി ഡേവിഡിന്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവന്റെ മുഖമെല്ലാം ചുംബനങ്ങൾ കൊണ്ട് മൂടി പതിയെ മുഖമുയർത്തി അവനെ നോക്കി മിത്ര. അവന്റെ അതിരങ്ങൾ വായിലാക്കി നുണയാൻ തുടങ്ങിയതും ആ ചുംബന ആസ്വദിച്ചുകൊണ്ട് ഡെവി അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു നിന്നു. മിത്ര തളർന്നെന്ന് മനസ്സിലായതും ഡെവി അവളെ തിരിച്ചു പരിഞ്ഞു മുറുകി ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. തങ്ങളുടെ ചുറ്റുപാടും വിസ്മരിച്ച് ഇരുവരും ഗാഠമായി പുണർന്ന് പരസ്പരം ആവേശത്തോടെ അതിരങ്ങൾ രുചിച്ചു. ഇടയ്ക്ക് കുസൃതി കാണിച്ച ഡെവിയുടെ കൈകൾ മിത്രയുടെ ഒഴുകി നടക്കാൻ തുടങ്ങിയതും കൂമ്പിയണഞ്ഞ മിഴികളോടെ സിൽക്കാരത്തോടെ ഉയർന്നു പൊങ്ങി മിത്ര ഡെവിയെ അള്ളിപ്പിടിച്ചു. പതിയെ തുടങ്ങിയ ചുംബനം നിമിഷങ്ങൾ കഴിയുന്തോറും വന്യമാകാൻ തുടങ്ങിയതും ഇരുവരുടെയും കുറുകലും സിൽക്കാരങ്ങളും അവിടെ ഉയർന്നു. ശ്വാസം വില്ലനായി മാറിയതും ഇരുവരും പരസ്പരം മനസ്സില്ലാ മനസ്സോട് അത് മാറിയതും മിത്ര തളച്ചയോടെ ഡെവിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. പെട്ടെന്നെന്തോ ശബ്ദം കേട്ട് മുഖം ചരിച്ച് നോക്കി ഇരുവരും കാണുന്നത് ഉണ്ടക്കണ്ണും തള്ളി വായും പൊളിച്ച് കാണാൻ പാടില്ലാത്തത് കണ്ട പോലെ അന്തം വിട്ട് നിൽക്കുന്ന രാധവനെ കണ്ടതും ഇരുവരും വിളറിക്കൊണ്ട് അടന്നു മാറി. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി ഡെവി മിത്രയോട് പോവുകയാണെന്ന് കണ്ണു കാണിച്ച് ബോധം പോയതുപോലെ നിൽക്കുന്ന രാധവനെ നോക്കി വേഗം പുറത്തേക്ക് പോയതും മിത്ര ഷാൾ കൊണ്ട് മുഖം അമർത്തി തുടച്ച് രാധവന്റെ അടുത്തേക്ക് നടന്നു. രാധു. മിത്ര പതിയെ രാധവനെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ദൈവമേ, ഇവളുടെ കാറ്റ് പോയോ? എടി രാധു. വിളിച്ചിട്ട് റെസ്പോണ്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന രാധുവിനെ കണ്ട മിത്ര അതും മനസ്സിൽ വിചാരിച്ച് രാധുവിനെ വിളിച്ച് അവളുടെ തോളിൽ ഊക്കിലൊരു അടി വെച്ച് കൊടുത്തുകൊണ്ട് വിളിച്ചു. അയ്യോ, മാറങ്ങോട്ട്, ഞാൻ അത്ര കാര്യമല്ല. പെട്ടെന്ന് ബോധം വന്നതുപോലെ രാധു തൻ്റെ അടുത്ത് നിൽക്കുന്ന മിത്രയെ തട്ടിമാറ്റി പിറകിലേക്ക് നീങ്ങിന്നുകൊണ്ട് പറഞ്ഞു. രാധു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ കിളി പോയോ? മിത്ര അവളുടെ തോളിൽ പിടിച്ച് തന്നെ നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു. പോയി. എങ്ങനെ പോകാതിരിക്കും? എന്നെക്കുറി കൂടുതലൊന്നും പറയിപ്പിക്കരുത്. രാധു മിത്രയെ അടിപൊളി നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര അവളെ നോക്കി പല്ലടിച്ചു. ഈലിക്കണ്ട നീ, ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ല, കോളേജാ. ഇനി രണ്ടുപേരും അത് മറക്കരുത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് വന്നതെങ്കിലോ? അയ്യോ, എന്നാൽ ഇത്രയും ആഗ്രഹം പാടില്ല. രാധു മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. രാധു പ്ലീസ്, പറ്റിപ്പോയി. ഇനി ഉണ്ടാകാൻ നോക്കിക്കൊള്ളാം. നീ നാറ്റിക്കരുതേ പ്ലീസ്. മിത്ര അപേക്ഷ കണക്ക് രാധുവിനോട് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. എന്നാലും എങ്ങനെ നടന്നിരുന്നത് സാറായിരുന്നു. ആ സാറിനെയാണോടി നീ അൺറോമാനിക്ക് മൂരാച്ചെന്ന് പറഞ്ഞിരുന്നത്?
പകച്ചു പോയ എൻ്റെ ബാല്യം മുതൽ യൗവനം വരെ. രാധു ബെഞ്ചിലേക്ക് ഇരുന്ന് മിത്രയോടായി തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. മിത്ര അവളെ നോക്കി ചുണ്ടുപിളത്തി നോക്കി. ഇല്ല, ഞാൻ നിർത്തി. അതും പറഞ്ഞ് രാധു വാ പൂട്ടി വെച്ച് കിട്ടിയ ഇമ്പോഷൻ എഴുതാൻ തുടങ്ങിയതും മിത്രയും അവളുടെ അടുത്ത് വന്നിരുന്നു. എടീ രാധു. രാധുവിനെ എഴുതാനുള്ള പേപ്പറിന്റെ സൈഡിലേക്ക് ലൈൻ വരച്ചുകൊണ്ട് മിത്ര രാധുവിനെ വിളിച്ചു. എന്താ? അത് പിന്നെ അടുത്തവരെ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു ചായൻ. ഞാനില്ല, നീ വേണേ പോക്കോ. എനിക്ക് നാളെ ആകുമ്പോഴേക്ക് ഇത് എഴുതി തീർക്കണം. എന്നെ കൊണ്ട് സാധിക്കില്ലെന്നാ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെനിക്ക് മാറ്റി കൊടുക്കണം. രാധ എഴുതുന്നതിനിടയിൽ മിത്രയെ പല്ല് കടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ രാധു നിങ്ങളിങ്ങനെ? നീ ഒത്തിരി സ്നേഹിച്ചതല്ലേ സാറിനെ? ഇപ്പോഴും നിന്റെ മനസ്സിൽ സാറിനോടുള്ള സ്നേഹത്തിനൊരു കുറവും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ രാധു ഇങ്ങനെയൊക്കെ സാറിനോട് ബിഹേവ് ചെയ്യുന്നത്? സാറിന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നിന്നെ വിട്ടുകൊടുക്കാതെ സ്വന്താക്കിയത്. പക്ഷേ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സത്യം ചെയ്യാണ്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കൊണ്ടെന്ന് കരുതിയല്ലേ സാറ് അതിനെ സമ്മതിച്ചത്. ഇനിയെങ്കിലും നിനക്ക് ഈ ദേഷ്യവും പരിഭവവും മാറ്റിവെച്ച് സന്തോഷത്തോടെ ജീവിച്ചൂടെ? അത്രയും പറഞ്ഞ് മിത്ര തല താഴ്ത്തിരിക്കുന്ന രാധവിന്റെ മുഖം പിടിച്ചു കയറ്റി തന്നെ നേരെയാക്കിയതും രാധവിന് നിറഞ്ഞ കണ്ണുകൾ കണ്ട് മിത്രൻ ഞെട്ടി. അവളെന്തെങ്കിലും ചോദിക്കും മുമ്പായി രാധ തേങ്ങിക്കൊണ്ട് മിത്രയെ ഇറുകെ പുണർന്നിരുന്നു.